അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ആരാണവർ? അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ, അവർക്ക് എന്തൊരു മുസീബത്ത് വന്നാലും ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാവരും അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ അഖീദ. ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. തൗഹീദിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ, സൃഷ്ടാവ് അള്ളാഹുവാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അവൻ നമ്മെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം അള്ളാഹുവിൻ്റെതാണ്. അവനിലേക്ക് തന്നെ മടങ്ങിപ്പോവണം. മരണാനന്തര ജീവിതം, ആഖിറത്തിലുള്ള വിശ്വാസം. അപ്പോൾ അള്ളാഹുവിലും ആഖിറത്തിലുമുള്ള വിശ്വാസം, ഇത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇത് ഹദീസിലും നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിലും ആവർത്തിച്ച് പറഞ്ഞത് കാണാം. അള്ളാഹുവിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ ഒരു മുസീബത്ത് വന്നാൽ, ഒരു മരണവാർത്ത കേട്ടാൽ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത കടന്നു വരണം. എന്താണത്? നാം അള്ളാഹുവിനുള്ളതാണ്, നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ നമ്മൾ പഠിച്ചത് ഇതാണ്. പ്രഭാഷണങ്ങളിലൂടെ, ഖുർആൻ ക്ലാസ്സുകളിലൂടെ, ഹദീസിൻ്റെ ദർസുകളിലൂടെ എല്ലാം നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും നാം ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണിത്. മരണം എന്നത്, നാം എല്ലാം അള്ളാഹുവിനുള്ളതാണ് എന്നത്, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്നത്, ഈ ഒരു ബോധം നമ്മിലേക്ക് വന്നാൽ തീർച്ചയായും ഇത് ഈ ഏതൊരു മുസീബത്തിലുമുള്ള നമ്മളുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെ, വിഷമങ്ങളെ, ആഘാതങ്ങളെ കുറയ്ക്കാൻ അത് പര്യാപ്തമായി തീരും. എന്ന് മാത്രമല്ല, നല്ല ധൈര്യവും സ്ഥൈര്യവും ഒരു മുഅ്മിനിന് നൽകുകയും ചെയ്യുന്ന അഖീദയാണിത്, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഏതൊരു മുസ്ലിമിന് ഒരു മുസീബത്ത് ബാധിച്ചാലും ഫയഖൂലു മാ അമറഹുല്ലാഹ്, അള്ളാഹു അവനോട് കൽപ്പിച്ചത് അവൻ പറയണം. എന്താണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരു മുസീബത്ത് വന്നാൽ ഒരു മുസ്ലിം പറയണം എന്നാണ്. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. കാരണം അത് പറയുന്നിടത്ത് നാം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ അഖീദ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും മുസീബത്തുകൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറന്നു പോവാൻ പാടില്ല. അങ്ങനെ മറന്നു പോവാതിരിക്കാൻ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഒരു വാക്കാണിത്. ഓട്ടോമാറ്റിക്കായി നമ്മുടെ നാവിൽ അത് വരുന്നുണ്ട്, പക്ഷേ പലപ്പോഴും അർത്ഥമറിയാതെയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നാം അർത്ഥമറിയണം. നാം അള്ളാഹുവിനുള്ളതാണ്, അവനാണ് നമ്മളെ സൃഷ്ടിച്ചു വളർത്തിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നത് അവനാണ്. നമ്മുടെ സൃഷ്ടിപ്പിലോ, നമ്മുടെ ജനനത്തിലോ, നമ്മുടെ മരണത്തിലോ, ഇവിടെയുള്ള ജീവിത വിഭവങ്ങളിലോ ഒന്നും തന്നെ നമുക്ക് യാതൊരു പങ്കുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെതാണ്, ഒന്നുപോലും നമ്മുടേതല്ല, എല്ലാം അള്ളാഹുവിനുള്ളതാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മീറാസ് അത് അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഖീദ ഏതൊരു മുസീബത്തിൻ്റെ സന്ദർഭത്തിലും നാം നമ്മുടെ ഹൃദയത്തെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാം, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ ഒരു മകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷയത്തിൽ അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധേയമാണ്. ശ്രദ്ധിക്കുക, എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഇന്ന ലില്ലാഹി മാ അഖദ, അള്ളാഹു എന്താണോ തിരിച്ചെടുത്തിട്ടുള്ളത് അത് അവനുള്ളതാണ്, നമ്മുടേതല്ല. അള്ളാഹു എടുത്തത്, മരണപ്പെട്ടത് നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു നൽകിയതാണത്. ഇന്ന ലില്ലാഹി മാ അഖദ, അള്ളാഹു എന്താണോ തിരിച്ചെടുത്തത് അത് അള്ളാഹുവിനുള്ളതായിരുന്നു. വലഹു മാ അഅത, എന്തൊക്കെയാണോ അവൻ നൽകിയത് അതും അവൻ്റെതാണ്. അള്ളാഹു നമുക്ക് പലതും നൽകിയിട്ടുണ്ട്. സന്താനങ്ങൾ നൽകി, ഭാര്യയെ നൽകി, ഭർത്താവിനെ നൽകി, മാതാപിതാക്കളെ നൽകി, മക്കളെ നൽകി, സുഹൃത്തുക്കളെ നൽകി, സഹോദരന്മാരെ നൽകി, സഹോദരികളെ നൽകി, മറ്റു സമ്പത്തുക്കൾ നൽകി. എല്ലാം അള്ളാഹു നൽകിയതാണ്. ചിന്തിക്കുക, ആരെങ്കിലും ഒരു കാര്യം നമ്മെ ഏൽപ്പിച്ചു, ഒരു നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു നിർണിത കാലത്തേക്ക് ആരെങ്കിലും വല്ല വസ്തുവും നമ്മളെ ഏൽപ്പിച്ചാൽ അയാൾ ആ സമയമാകുമ്പോൾ നമ്മളോട് അത് തിരിച്ചു ചോദിച്ചാൽ നമുക്ക് വിഷമമുണ്ടാവേണ്ടതുണ്ടോ? നാം പ്രയാസപ്പെടേണ്ടതുണ്ടോ? ഇല്ല. കാരണം അത് ആ വ്യക്തിയുടേതാണ്. എങ്കിൽ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഈ ഭൂമുഖത്തുള്ളതെല്ലാം, അത് കുടുംബക്കാരാകട്ടെ മറ്റേതുമാകട്ടെ, എല്ലാം അള്ളാഹു നൽകിയത് അള്ളാഹുവിൻ്റെതാണ്. അവൻ തിരിച്ചെടുത്താൽ അത് അവനുള്ളത് തന്നെയാണ്. ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അഅത. വീണ്ടും റസൂലുള്ളാഹി പറയാണ്,
വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിശ്ചിത അവധി വരെ ഉള്ളൂ. എല്ലാവരും, സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നേരത്തെ മരണപ്പെട്ടു പോയവരും എല്ലാവരും ഒരു നിശ്ചിത അജലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. നമുക്കാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. ആ അജല് വന്നാൽ അതിനെ മുന്നോട്ടാക്കുവാനോ അല്ലെങ്കിൽ അതിനെ പിന്തിപ്പിക്കുവാനോ മനുഷ്യർക്ക് സാധ്യമേ അല്ല, ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഇങ്ങനെ നിർണയിക്കപ്പെട്ട ഒരു അവധിയുണ്ട് എന്നത് നമ്മുടെ അഖീദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഗർഭാശയത്തിൽ വെച്ച് 4 മാസം കഴിഞ്ഞാൽ തന്നെ എപ്പോഴാണ് മരണം, അജല് എത്ര വരെ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ വ്യക്തിയുടെയും അജല്, അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതറിയുന്ന, ഇത് മനസ്സിലാക്കുന്ന, അള്ളാഹുവിൻ്റെ ആ ഒരു ഖദായിൽ, അള്ളാഹുവിൻ്റെ ആ ഒരു ഖദറിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി പതറിപ്പോവുകയില്ല. അവൻ്റെ ധൈര്യം ചോർന്നു പോവുകയില്ല. അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതോടൊപ്പം അവന് സമാധാനവും ശാന്തിയും ലഭിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ചിന്തയാൽ. അതുകൊണ്ടാണ് വബശ്ശിരി സ്വാബിരീൻ, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞത്. മുസീബത്ത് ഉണ്ടാകുമ്പോൾ എന്താണ് സന്തോഷവാർത്ത? ചിന്തിക്കുക. നാം സാധാരണ പറയാറുള്ളത് ദുഃഖവാർത്തയാണ്. മനുഷ്യൻ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടുകൾ അത്രയേ ഉള്ളൂ. ഏതൊരു മുസീബത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖവാർത്തയാണ്. അള്ളാഹു പറയുന്നത് സന്തോഷവാർത്ത അറിയിക്കൂ എന്നാണ്. ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. കാരണം മുസീബത്തിനെ അവർ ഖൈറാക്കി മാറ്റും. ആ ഖൈറുകൾ എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കും. ചുരുക്കത്തിൽ ഇഅ്തിഖാദ്, നമ്മുടെ അഖീദ വളരെ പ്രധാനപ്പെട്ടതാണ്. തൗഹീദ് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് പോവേണ്ടതാണ്. നിർണിതമായ ഒരു അവധി, ഇങ്ങനെ ഖദറിലും ആഖിറത്തിലും അള്ളാഹുവിലും തൗഹീദിലുമെല്ലാമുള്ള വിശ്വാസത്തെ ഏതൊരു മുസീബത്തിൻ്റെ സന്ദർഭത്തിലും നമ്മൾ ഓർമ്മപ്പെടുത്തണം. എന്നാൽ ഈ അഖീദ ഇല്ലാത്തവൻ്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കഷ്ടമാണ് അവരുടെ കാര്യം. ഈ നിലക്കുള്ള ഒരു ചിന്തയും അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ സമാധാനിക്കുവാനോ സന്തോഷിക്കുവാനോ അവർക്ക് വകുപ്പില്ല. എന്നാൽ വിശ്വാസികൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം. അവർക്ക് സന്തോഷിക്കാൻ, സമാധാനിക്കാൻ വകുപ്പുകളുണ്ട്. അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുസീബത്തിൻ്റെ സന്ദർഭത്തിൽ ഈ അഖീദയെ നമ്മൾ ഉറപ്പിക്കണം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തിഖാദ് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കൗല് നമ്മളുടെ മനസ്സിലുണ്ടായാൽ പോരാ, മറിച്ച് അത് കൗലായി പുറത്തു വരണം, സംസാരമായി പുറത്തു വരണം. അതുകൊണ്ടാണ് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ, അവർക്ക് മുസീബത്ത് ബാധിച്ചാൽ അവർ പറയും. അപ്പോൾ ഇത് പറയണം, നമ്മുടെ നാവിൽ അത് വരണം. കേൾക്കുന്നവർ, നമ്മുടെ ചുറ്റിലുമുള്ളവർ അത് കേൾക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവർക്കും നമ്മെ സംബന്ധിച്ചുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ മറ്റുള്ള ആളുകൾ നമ്മെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന വിഷയത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആ കൺഫ്യൂഷൻ ഇല്ലാതെയാക്കും നമ്മുടെ ഈ ഒരു പ്രഖ്യാപനം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളത് ഉൾക്കൊള്ളുന്നു എന്നവർ അറിയുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ ചുറ്റിലുമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ സാധിക്കും. കാരണം നമ്മളത് ഉൾക്കൊള്ളുന്നു എന്നവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അത് നാവുകൊണ്ട് പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഫിഅലാണ്, ഇത് പരിശുദ്ധ ഖുർആനിൽ വന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹീഹായ ഹദീസിൽ, ഇതുകൂടി നിങ്ങൾ കൂട്ടിച്ചേർത്ത് പറയണം. എന്താണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി. അള്ളാഹുവേ, ഈ ഒരു മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ റബ്ബേ. നമ്മൾ റബ്ബിനോട് പ്രതിഫലം ചോദിക്കുകയാണ്. എനിക്കൊരു മുസീബത്ത് ബാധിച്ചു, അതിനെനിക്ക് കൂലി കിട്ടണം. അൽഹംദുലില്ലാ, ഇത് റബ്ബിനോട് ചോദിച്ച് വാങ്ങാം. വിശ്വാസികളുടെ ഒരു സന്തോഷം നോക്കൂ നിങ്ങൾ. നമുക്കൊരു മുസീബത്ത് ബാധിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അള്ളാഹുവിൻ്റെ ഖളാ ആണത്, അള്ളാഹുവിൻ്റെ ഖദറാണത്. അതിന് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ നീ എടുത്തു, അതുകൊണ്ട് നീ എനിക്ക് പ്രതിഫലം തരണം. അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, ഈ ഒരു മുസീബത്തിൽ പടച്ച റബ്ബേ എനിക്ക് നീ പ്രതിഫലം തരണമേ. അത് വല്ലാത്തൊരു സന്തോഷമാണ് വിശ്വാസികൾക്ക്. തീർന്നില്ല, ഒരു ചോദ്യം കൂടിയുണ്ട് അള്ളാഹുവിനോട്. എന്താണത്? വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരം തരണം. അൽഹംദുലില്ലാ, അള്ളാഹു പറയിപ്പിക്കുകയാണ് വിശ്വാസികളെ കൊണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറയിപ്പിക്കുകയാണ് വിശ്വാസികളെ കൊണ്ട്. നമുക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമുക്ക് ധാരാളം പ്രതിഫലം തരാൻ നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, ഈ മുസീബത്തിന് എനിക്ക് പ്രതിഫലം തരണം റബ്ബേ. രണ്ടാമത്തത്, നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായതിനെ ചോദിച്ചോളൂ എന്നാണ്. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, എനിക്കിതിനേക്കാൾ ഖൈറ് തരണമേ. അത് പറഞ്ഞാൽ അത് വെറുതെയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ഇല്ലാ അഖ്ലഫഹുല്ലാഹു ഖൈറൻ മിൻഹാ, ആ നഷ്ടപ്പെട്ട, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, വേറെന്തുമാകട്ടെ, അതിനേക്കാൾ ഖൈറായത് ഈ ലോകത്തോ പരലോകത്തോ അള്ളാഹു പകരം തരികയും ചെയ്യും. അപ്പോൾ ഒരു മുസീബത്ത് ബാധിച്ചാൽ നമ്മുടെ അഖീദയെ ഉറപ്പിക്കുന്നതോടൊപ്പം
നമ്മുടെ വാക്കുകൊണ്ട് നമ്മളത് പ്രാവർത്തികമാക്കുകയും അത് പറയുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വാക്കുകൾ നമുക്ക് പറയാം. അത് സുന്നത്താണ്. ഇന്ന ലില്ലാഹി മാ അഖദ്, അള്ളാഹു എടുത്തത് അള്ളാഹുവിനുള്ളതാണ്. വലഹു മാ അഅത, അവൻ നൽകിയതും അവനുള്ളതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബി അജലിൻ മുസമ്മ, എല്ലാ കാര്യവും അവൻ്റെ അടുക്കൽ ഒരു നിർണിത അവധി വരെ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് പറയാം. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന അവസ്ഥ അതിലുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളോട് പറഞ്ഞത് ഫൽതസ്ബിർ വൽ തഹ്തസിബ്, അവൾ ക്ഷമിക്കട്ടെ, അവൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കട്ടെ. നമുക്കും ഇതേപോലെ പറയാം മറ്റുള്ളവരോട്, നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കൂ. ഇതൊക്കെ നമ്മുടെ കൗലിൽ വരേണ്ടതാണ്, വർത്തമാനത്തിൽ വരേണ്ടതാണ്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞു ഫിഇൽ, നമ്മുടെ പ്രവൃത്തി. നമുക്ക് ചിലത് വിശ്വസിക്കാനുണ്ട് മുസീബത്തിൻ്റെ ഘട്ടത്തിൽ, അത് പറഞ്ഞു. അതേപോലെ തന്നെ മുസീബത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് പറയാൻ ചിലതുണ്ട്, മുസീബത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് പ്രവർത്തിക്കാനും ചിലതുണ്ട്. ഏതാണ് ആ പ്രവൃത്തി? അതാണ് അസ്സബ്റു വൽ ഇഹ്തിസാബ്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ഷമിക്കുക, പ്രതിഫലം ആഗ്രഹിക്കുക. വബശ്ശിരി സ്വാബിരീൻ എന്നാണ്, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ നാം ക്ഷമിക്കണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വാക്കുകൾ പറയരുത്, അള്ളാഹുവിനെ കുറിച്ച് മോശമായി പറയരുത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖളാഇനെ ഖദറിനെ ശപിച്ചു പറയരുത്, കാലത്തെ ചീത്ത പറയരുത്, മഴയെ ചീത്ത പറയരുത്. യസുബുദ്ദഹ്റ, കാലത്തെ ചീത്ത പറയുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്, പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥയെയോ അതേപോലെയുള്ള ഒന്നിനെയോ നമ്മൾ ശപിച്ചു പറയാനോ ചീത്ത പറയാനോ നമ്മൾ പാടില്ലാത്തതാണ്. മറിച്ച് നല്ല വാക്കുകൾ പറയുക, ക്ഷമയുടെ വാക്കുകളെ പറയാവൂ, സഹനത്തിൻ്റെ വാക്കുകളെ പറയാവൂ, നന്മയുടെ വാക്കുകളെ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇപ്രകാരം ക്ഷമിക്കലും അതോടൊപ്പം പ്രതിഫലം ആഗ്രഹിക്കലും. അതാണ് പ്രവാചകൻ പറഞ്ഞത് വൽ തഹ്തസിബ്, പ്രതിഫലം കാക്ഷിക്കട്ടെ, അള്ളാഹു പ്രതിഫലം തരുമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇത് നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നത് മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമിന് ഒരു മുസീബത്ത് ബാധിച്ചാൽ ഫയഖൂലു മാ അമറഹുല്ലാഹ്, അള്ളാഹു അവനോട് കൽപ്പിച്ചത് അവൻ പറയണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഇത് ഞാൻ ചെയ്തേ മതിയാകൂ. കാരണം അതൊരു അമ്രാണ്, കൽപ്പനയാണ്. അപ്പോൾ ഇങ്ങനെ പറയൽ യഥാർത്ഥത്തിൽ നിർബന്ധമായി തീരും വിശ്വാസികൾക്ക്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയെ അംഗീകരിക്കുക, അതിനെ അനുസരിക്കുക എന്നത് അതിലുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രവാചകനെ അനുസരിക്കുക എന്നതും അതിൽ ഉണ്ട്. അപ്പോൾ അവിടെ ഇഅ്തിഖാദ് വന്നു, പ്രവാചകനെ അനുസരിക്കൽ വന്നു, അതോടൊപ്പം തന്നെ ഖൗല് വന്നു, ഫിഅ്ലു വന്നു. ഈ 4 അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഒരു മുസീബത്ത് വന്നാൽ നമ്മളിൽ നിന്നുണ്ടാകണം.